നമ്മുടെ പുത്തരിക്കണ്ടം മൈതാനത്താണ് അഞ്ജു. അതായത് അതെടുത്ത് പറയാനുള്ള കാരണം ഊട്ടുപുരയാണ്. ഇന്നത്തെ വിഭവങ്ങൾ എന്താണ്, അവിടെ എന്തൊക്കെയായി? സേതു, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഊട്ടുപുരയിൽ ഇപ്പോൾ തകൃതിയായിട്ട് ഓരോ വിഭവങ്ങൾ ഒരുക്കുന്ന തിരക്കിലാണ്. ഇപ്പോൾ നമ്മൾ പായസം ഒരുക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ പായസം സ്പെഷ്യൽ എന്താണെന്ന് പഴയിടത്തോട് തന്നെ നമുക്ക് ചോദിക്കാം. ഇന്ന് എന്താണ് സ്പെഷ്യൽ പായസത്തിൽ? ഇന്ന് പായസം പരിപ്പാണ്, അരിയും പരിപ്പും. എത്ര സമയം എടുക്കും ഇനി? അല്ല, ഇത് കഴിയാറായി, ഓൾമോസ്റ്റ് തീരാറായി. എല്ലാവരും ഇങ്ങനെ അക്ഷമരായി കാത്തിരിക്കുകയാണ് പുറത്ത്. അയ്യോ, അതിനൊന്നും ആവശ്യമില്ല, കിട്ടുന്നുണ്ടല്ലോ, ഇഷ്ടം പോലെ സാധനം ഉണ്ടല്ലോ. ഓക്കെ, ഇന്ന് ഊണിന് എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടോ? ഒന്നുമില്ല, പായസം മാത്രം. ഒന്നുമില്ല. ഓക്കെ, ഇത് എത്രാമത്തെ കലോത്സവ? 25ാമത് കലോത്സവം. 25ാമത് വർഷം, സോറി, 25th ഇയർ ആണ്, ജൂബിലി ഇയർ ആണ്. ജൂബിലിയാണ്. അപ്പൊ ഇത്തവണ 25ാമത്തെ വർഷം തികയാണ്. അപ്പൊ എന്തെങ്കിലും പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ അല്ലേ ഇത്തവണത്തിലെല്ലാം? ഓ, അങ്ങനെയൊന്നുമില്ല, കേരളം നാച്ചുറൽ അല്ലേ. നമ്മൾ പതിവുള്ള പോലെ ഇതും കടന്നു പോകും, ഈ കാലവും കടന്നു പോകുമെന്ന് പറയത്തില്ല, എന്ന് പറഞ്ഞാൽ ഇതും കടന്നു പോകും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇന്നിപ്പം എത്ര 4 വലിയ ഉരുളികളിലാണ് ഇങ്ങനെയാണ് തയ്യാറാക്കുന്നത്? ഇത് 1200 ലിറ്റർ ഉണ്ടാവും, 15,000 പേർക്ക് കൊടുക്കാനുണ്ടാവും. ഇനിയിപ്പോ ഇത് പായസം കഴിഞ്ഞ അടുത്ത് എന്തിലേക്കാ? അടുത്തേര് അതിങ്ങനെ ഓരോ നിങ്ങൾ കാണില്ല, എല്ലാ സ്റ്റൗവും ലൈവ് അല്ലേ, ഓരോന്നോരോന്നോരോന്ന് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത്തവണത്തെ കലോത്സവത്തിന് എന്തെങ്കിലും സ്പെഷ്യൽ തോന്നുന്നുണ്ടോ? ഇല്ല, ഒന്നും തീരുമാനിച്ചിട്ടില്ല, ഇനി സമയമുണ്ടല്ലോ, ആലോചിക്കുന്നതേ ഉള്ളൂ. അതെ തീർച്ചയായിട്ടും. തിരുവനന്തപുരത്തിന്റെ എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ആലോചിക്കുന്നു? ഇല്ല, അങ്ങനെയൊക്കെ കാണാൻ പറ്റില്ല, ഇത് കേരളത്തിന്റെ കലോത്സവം അല്ലേ, തിരുവനന്തപുരത്തിന്റെ മാത്രമായിട്ട് കാണാൻ പറ്റൂലല്ലോ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്കുള്ള ഫുഡ് കൊടുക്കും. ഓക്കെ, അങ്ങനെ പഴയിടം മോഹനൻ നമ്പൂതിരിയാണ് നമുക്കിപ്പോൾ ചേരുന്നത്. ഇപ്പോൾ അദ്ദേഹം പായസം അതിന്റെ അവസാനവട്ടം മെരുക്കിലാണ് ഉള്ളതല്ലേ. അപ്പൊ എന്തൊക്കെയാണെന്ന് ഇതിന്റെ സ്പെഷ്യൽ? ഇല്ല, ഒന്നുമില്ല. അരിപ്പായസാണ്. അരിയും പരിപ്പും കൂടി മിക്സ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇനി എത്ര സമയം നമ്മൾ കാത്തിരിക്കണം? പായസം റെഡിയാണ്, ഇപ്പൊ തന്നെ റെഡിയാണ്. അതിങ്ങനെ ഓരോ വാർപ്പ് ഫിനിഷ് ചെയ്ത് മാറുമല്ലേ. ഇനിയിപ്പോ എന്തൊക്കെ ചേരുവകൾ ഇതില്? അങ്ങനെയൊക്കെ ചോദിച്ചാൽ എൻ്റെ പൊന്നുമോളെ, ഇതിന്റെ പ്രോസസ്സിലല്ലേ, അത് നടക്കട്ടെ. ചേരുവകളെല്ലാം കഴിഞ്ഞാണ് ഇതിന്റെ. ഇനി പായസം റെഡി ആവണം, തിളച്ചിട്ട് ശരിയാവണ്ടേ. ഒരു 5-10 മിനിറ്റിനുള്ളിൽ റെഡിയാവും? ഇല്ല, അത് ഞാൻ പറയും, ഇപ്പൊ 2 ഫിനിഷ് ചെയ്യില്ല, ഇനി ഇത് ഫിനിഷ് ചെയ്ത് വരും, അരമണിക്കൂർ എടുക്കും. ഓക്കെ സേതു, ഇതാ അരമണിക്കൂർ എടുത്താൽ ഈ കാണുന്ന ഉരുളിയിലെ പായസവും കൂടി റെഡിയാവും. ഇങ്ങനെ ഓരോ കലവറയിലെ ഊട്ടുപുരയിലെ ഓരോ ഭക്ഷണവും കൃത്യമായി ഇങ്ങനെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പായസത്തിന്റെ രുചി തേടി പുറത്ത് ഇരിക്കുന്ന കുഞ്ഞുങ്ങളെയും അധ്യാപകരെയും ഒപ്പം തന്നെ അവരൊപ്പമുള്ള രക്ഷിതാക്കളെയും ഒക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ദൃശ്യങ്ങളിൽ പായസം തിളിച്ച് മറയുന്ന കാണാം. ഇവിടെ ഇപ്പോൾ ഇങ്ങനെ വായിൽ കപ്പലോടാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റാത്ത സാഹചര്യമാണ് പ്രധാനമായിട്ടും ഊട്ടുപുരയിൽ, സ്കൂൾ കലോത്സവത്തിന്റെ ഊട്ടുപുരയിൽ എത്തുമ്പോൾ നമുക്ക് അനുഭവമാകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം.